നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആരോഗ്യമേഖല ഐസിയുവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PK ചന്ദ്രാനന്ദൻ അനുസ്മരണവും PKC പാലിയേറ്റീവ് കെയർ സെന്റർ വാർഷികവും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CP ചന്ദ്രബാബു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CMP ആലപ്പുഴ ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. H. സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. ആരോഗ്യമേഖല ICUവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആരോഗ്യമേഖല ICUവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് DMO ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ KA മാഹിൻ കോട്ടയം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂടുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബാരിക്കേഡ് കെട്ടി ഞങ്ങളെ തടഞ്ഞ് ഞങ്ങൾക്കെതിരെ ഇപ്പോ യൂത്ത് ലീഗിന്റെ സമരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടതാണ് അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്ന സിസ്റ്റം. ഏത് സിസ്റ്റമാണ് കേരളത്തിൽ നന്നായിട്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം. പോലീസിന്റെ സിസ്റ്റം കുറെ നാളുകളായി നാം കാണുന്നതാണ്. ഇപ്പോൾ ആരോഗ്യരംഗത്തെ സിസ്റ്റം മോശമായി എന്ന് പറഞ്ഞാൽ, വ്യവസ്ഥ മോശമായി എന്ന് പറഞ്ഞാൽ, ആ വ്യവസ്ഥ ഇവിടെ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കെട്ടിത്തൂക്കി ഇറക്കിയ സിസ്റ്റമല്ല. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ, വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ, LDF സർക്കാർ ഭരിക്കുന്ന, CPM നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഇവിടെയുള്ളത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് H. ബഷീർ കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസിം, ജില്ലാ ട്രഷറർ സാബു ഇലവൻമുട്ടിൽ, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് താരിഷ് മുഹമ്മദ്, ഉബൈസി കായംകുളം, അമീൻ മാനുശ്ശേരിയിൽ, ലീഗ് ജില്ലാ ട്രഷറർ കമാല മാക്കിയിൽ, ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് A. റസാഖ്, MSF സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അൽത്താഫ് സുബേർ, ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AM നൌഫൽ, സെക്രട്ടറി നാസർ B. താജ്, MSF ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ്, BA ഗഫൂർ എന്നിവർ സംസാരിച്ചു. PK ചന്ദ്രാനന്ദൻ അനുസ്മരണവും PKC പാലിയേറ്റീവ് കെയർ സെന്റർ വാർഷികവും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CP ചന്ദ്രബാബു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. PKC ഫൗണ്ടേഷൻ, CPIM PKC ബ്രാഞ്ച്, PKC പാലിയേറ്റീവ് കെയർ, DYFI ചിറക്കോട് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ PK ചന്ദ്രാനന്ദന്റെ 11ാമത് അനുസ്മരണ സമ്മേളനവും PKC പാലിയേറ്റീവ് കെയർ സെന്റർ വാർഷികവും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CP ചന്ദ്രബാബു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ചികിത്സാ ധനസഹായം, പ്രതിമാസ പെൻഷൻ, SSLC +2 വിജയികൾക്കുള്ള അനുമോദനം എന്നിവ H. സലാം MLA നിർവഹിച്ചു. കട്ടക്കുഴി ഭാരത് ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ചെയർമാൻ K. രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ വർഗീസ് പ്ലാപ്പറമ്പിൽ, CPIM ഏരിയ സെക്രട്ടറി C. ഷാംജി, ജില്ലാ കമ്മിറ്റി അംഗം A. ഓമനക്കുട്ടൻ, അമ്പലപ്പുഴ കിഴക്ക് അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ G. ഷിബു, P. അരുൺകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കരിമാടി ശശി, പ്രശാന്ത് സ്കുട്ടി, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, വൈസ് പ്രസിഡന്റ് P. രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ രതീഷ്, V. അനിത, കൺവീനർ വേണുരാജ്, പഞ്ചായത്ത് അംഗങ്ങൾ PKCയുടെ മക്കളായ ബിന്ദു, ഉഷ എന്നിവർ സംസാരിച്ചു. രക്ഷാധികാരി അശോകൻ കട്ടക്കുഴി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
ആരോഗ്യവകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CMP ആലപ്പുഴ ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CMP ആലപ്പുഴ ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് DMO ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CMP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി A. നിസാർ ഉദ്ഘാടനം ചെയ്തു. കോളേജുകളെയും അതുപോലെ തന്നെ സർക്കാർ ജനറൽ ആശുപത്രികളെയും സമീപിക്കുന്നുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്കും അതേപോലെ തന്നെ വൃക്ക മാറ്റിവെക്കൽ, കരൾ ശസ്ത്രക്രിയ തുടങ്ങിയ ഏറ്റവും ചെലവ് വരുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സമീപിച്ച് നടത്തുവാൻ കെൽപ്പില്ലാത്ത നിർധനരായ പട്ടിണി പാവങ്ങളായ ആയിരക്കണക്കിന് ആളുകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ ശസ്ത്രക്രിയ ഡേറ്റിന് വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്നത്, വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തുകെട്ടിക്കിടക്കുന്നത്. സർക്കാരിന്റെ മെഡിക്കൽ കോളേജോ അതുപോലെ തന്നെ സ്വകാര്യ ജനറൽ ആശുപത്രികളോ ഒന്നും കൃത്യസമയത്ത് ഈ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് അത് നടത്താത്തതിന്റെ ഫലമായി നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A. മുരളി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V. മുരളി, ഹനീഫ റാവുത്തർ, K. ഷാജി, CMP അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി മുഹമ്മദ് റാഫി, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അനീഷ് ബാബു, പ്രദീപ് കുട്ടനാട്, ഷെഹന, ആശ മുരുകൻ, ഷഹീൻ കൊച്ചുബാവ എന്നിവർ സംസാരിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. H. സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്താദ്യമായി ഡോക്ടേഴ്സ് ദിനത്തിൽ ആരംഭിച്ച ക്ലിനിക് അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ത്യയിലെ കണക്ക് പെർ ഡേ 474 പേർ ആക്സിഡന്റിൽ മരിക്കുന്നതാണ്. അപ്പൊ ഏതാണ്ട് ഒരു ഏറ്റവും ഹൈയസ്റ്റ് ആയ റേറ്റ് ഒരു കണക്ക് വന്നേക്കുന്നത് 1,70,70,491 ഡെത്ത്, 4,61,312 റോഡ് ആക്സിഡന്റ് കേസ് റിപ്പോർട്ടഡായ കേസുകൾ മാത്രമാണ്. അത് ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്ന നമ്പറാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് 3,875 പേർ ആക്സിഡന്റ് കേസിൽ മരിച്ചു. 48,841 ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നു. മരണം കൃത്യമായിരിക്കും, ആക്സിഡന്റ് കേസ് ഇത്രയല്ല. കാരണം ഇത് റിപ്പോർട്ട് ചെയ്ത് കേസ് എടുത്തത് മാത്രമാണ് റെക്കോർഡിക്കലായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതിലേറെയാണ്. അപ്പൊ അത് ഏതെല്ലാം തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ കുറച്ച് അളവ് കുറയ്ക്കാൻ പറ്റും. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ സംസാരിച്ചു റോഡിന്റെ അവസ്ഥ എന്ന വാക്കാണ് പ്രയോഗിച്ചത്. റോഡിന്റെ അവസ്ഥ എന്ന് സംഗതി പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് പറയാൻ, മോശം റോഡ് എന്ന ഒരു സാധാരണ നമ്മളെല്ലാം പ്രയോഗിക്കുന്ന അങ്ങനെയായിരിക്കും. റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ആ വേർഡിന്റെ മീനിങ് കൃത്യമായിട്ടല്ല നമ്മൾ പറയുക, പ്രയോഗിക്കുന്ന അങ്ങനെയല്ല. റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത പരിധി കിടക്കുകയാണ് എന്നാണ്, ആ സെൻസിലാണ് നമ്മളെല്ലാം പ്രയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഹൈവേ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആക്സിഡന്റ് കേസ് വന്നത് ആ റോഡിന്റെ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് സെൻസിലുള്ള ആ കടപ്പിലാണ്. എന്നാൽ റോഡുകൾ നന്നായി ചെയ്യുമ്പോൾ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം, ക്ലിനിക്കൽ വൈദഗ്ധ്യം, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സമൂഹ പങ്കാളിത്തം എന്നിവ സമന്വയിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ഭാഗമായി ഡ്രൈവർമാർക്ക് പ്രാഥമികാരോഗ്യ പരിശോധനകളും കാഴ്ച, കേൾവി, ന്യൂറോ സംബന്ധമായ പരിശോധനകളും നടത്തും. അപകടമുണ്ടായാൽ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഡ്രൈവർമാരെ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം നൽകും. പരിശീലനം ശ്രദ്ധിച്ച 25 മെഡിക്കൽ വിദ്യാർത്ഥികൾ സ്കൂളുകളിലെത്തി റോഡ് സുരക്ഷയുടെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നയിക്കും. ബുധനാഴ്ചകളിൽ രാവിലെ 9 മുതൽ 12 വരെ കമ്മ്യൂണിറ്റി മെഡിസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിവന്റീവ് മെഡിസിന് സമീപമാകും ക്ലിനിക്കിന്റെ പ്രവർത്തനം നടക്കുക.
റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള ചികിത്സയല്ല മറിച്ച് അപകടം ഒഴിവാക്കാനുള്ള നടപടികളാണ് ക്ലിനിക്കിൽ ഉണ്ടാവുക. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ RTO AK ദിലു, RMO ഡോക്ടർ PL ലക്ഷ്മി, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PS സഞ്ജയ്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ നിഷ ജേക്കബ്, ചീഫ് നഴ്സിംഗ് ഓഫീസർ PK ഉഷ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സാൻ മരിയ ബേബി, കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കരോൾ പിൻ ഹെയ്റോ, ഡോക്ടർ വിശ്വകല എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിന്ദു വാസുദേവ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഈ വർഷത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ ഏഴാചേരി രാമചന്ദ്രൻ നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷത്തെ NV പ്രഭു സ്മാരക പത്രപ്രവർത്തക അവാർഡ് പ്രമുഖ പത്രപ്രവർത്തകനും കവിയുമായ ഏഴാചേരി രാമചന്ദ്രനും NV പ്രഭു സ്മാരക മെഡിക്കൽ അവാർഡ് A അരവിന്ദനും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. ഇക്കുറി നൽകുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ദേശാഭിമാനിയിലെ അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ചയാളാണ്. ഏതാണ്ട് 32 വർഷം അവിടെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. അതിലുപരി സാഹിത്യ രംഗത്ത് കവി എന്ന നിലയിലും ഗദ്യകാരൻ എന്ന നിലയിലുമൊക്കെ വലിയ സംഭാവനകൾ. ഈ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് പത്രരംഗത്ത്, അച്ചടി മാധ്യമ രംഗത്ത് ഉള്ള സമഗ്ര സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ അവാർഡ് കൊടുത്തു വരുന്നത്. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും NV പ്രഭു മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായിട്ടാണ് പുരസ്കാരം നൽകുന്നത്. പത്രപ്രവർത്തക അവാർഡിന് 25,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടും. 5,000 രൂപയാണ് മെഡിക്കൽ അവാർഡ്. ഈ മാസം 12 ആലപ്പുഴ YMCA ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് KC വേണുഗോപാൽ MP പത്രപ്രവർത്തക അവാർഡും ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ മെഡിക്കൽ അവാർഡും സമ്മാനിക്കും. സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കളർകോട് ഹരികുമാർ, സെക്രട്ടറി A ഷൗക്കത്ത്, അവാർഡ് നിർണയ സമിതി അംഗം P ജയനാഥ്, യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് JR പാറട്ടറ, V രാമചന്ദ്ര പ്രഭു, R അജയ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമേഖല ICUവിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PK ചന്ദ്രാനന്ദൻ അനുസ്മരണവും PKC പാലിയേറ്റീവ് കെയർ സെന്റർ വാർഷികവും സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CMP ആലപ്പുഴ ജില്ലാ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റോഡ് സുരക്ഷാ ക്ലിനിക്കിന് തുടക്കം കുറിച്ചു. H സലാം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.